കേന്ദ്ര ക്യാബിനറ്റിൽ ബി.ജെ.പിയുടെ മന്ത്രിമാരും സഖ്യകക്ഷികളും തമ്മിൽ ചിലപ്പോഴൊക്കെ തർക്കങ്ങൾ ഉണ്ടാകും എന്ന് ബി.ജെ.പി നേതൃത്വം ഭയപ്പെട്ടിരുന്നു. എന്നാൽ പ്രതീക്ഷിച്ചതിന് വിപരീതമായാണ് സംഭവിച്ചത് എന്നോർത്ത് അവർ ആശ്വസിച്ചു. അതായത് ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളുമില്ല എന്ന രീതിയിലാണ് ചിന്തിച്ചത്. അപ്പോഴേക്കും നിതിൻ ജയറാം ഗഡ്കരി എന്ന നിലവിലെ സീനിയർ മിനിസ്റ്റർ അദ്ദേഹം ഏറ്റവും കൂടുതൽ ശക്തമായി കേന്ദ്രത്തെ ആക്രമിക്കുന്നു എന്നത് ബി.ജെ.പി നേതൃത്വത്തിന് താങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അമിത്ഷായെയും നിർമ്മല സീതാരാമനെയും ഒരുപോലെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് കേന്ദ്ര ക്യാബിനറ്റിൽ വെടിപൊട്ടിച്ചിരിക്കുകയാണ് നിതിൻ ഗഡ്കരി എന്ന് തന്നെ പറയേണ്ടി വരും. അക്ഷരാർത്ഥത്തിൽ കേന്ദ്ര ക്യാബിനറ്റ് ആടി ഉലയുകയാണ്. നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി സ്ഥാനം എത്ര നാൾ എന്ന വലിയ ചോദ്യം അവിടെ ഉത്തരം കിട്ടാതെ നിൽക്കുകയാണ്. അതിന് കാരണമാകുന്നത് ഗഡ്കരിയുടെ ഉചിതമായ ചില തീരുമാനങ്ങൾ തന്നെയാണ്. ഗഡ്കരിയോട് പലരും പ്രതിപക്ഷത്തുള്ള എം.പിമാർ അടക്കമുള്ളവർ നിവേദനം കൊടുക്കുന്നുണ്ട്. അത് പ്രധാനമായും മണി ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് തന്നെയാണ്. ധനകാര്യ ചർച്ചകളിൽ നിതിൻ ഗഡ്കരി ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു. ആ കാര്യങ്ങളെ അവഗണിക്കാൻ നിർമ്മല സീതാരാമൻ ഒരു കൂസലുമില്ലാതെ തയ്യാറായതിന് ശക്തമായി നിതിൻ ഗഡ്കരി അതിന് മറുപടി കൊടുത്തിരിക്കുകയാണ്. അതിനെ ന്യായീകരിക്കാൻ വരുന്ന അമിത്ഷായ്ക്കും കണക്കിന് കൊടുത്തിരിക്കുന്നു എന്നതാണ് വാസ്തവം. അതായത് ഗഡ്കരിയെ പോലെ സീനിയറായ ഒരു മിനിസ്റ്ററെ ഇത്രയും അവഹേളിക്കുന്ന ഒരു സാഹചര്യം ഇതിനു മുമ്പൊന്നും ഉണ്ടായിട്ടില്ല. ഗഡ്കരി രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. താനാണോ അമിത്ഷായാണോ പാർട്ടിയെ നിയന്ത്രിക്കുന്നതെന്ന് ഇന്ന് മനസ്സിലാക്കാം എന്ന രീതിയിലാണ് ഗഡ്കരിയുടെ തീരുമാനം. നാഗ്പൂർക്കാരനായ RSSകാരനായ ഗഡ്കരിയാണോ അതോ ഗുജറാത്തുകാരനായ അമിത്ഷായാണോ വലുത് എന്ന ചോദ്യത്തിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു. മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരാനിരിക്കെ ഗഡ്കരിയുടെ ഈ മനം മാറ്റം വാസ്തവത്തിൽ ബി.ജെ.പി നേതൃത്വത്തെ ഇരുട്ടിലാക്കിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. നരേന്ദ്രമോദി ഒരുപക്ഷെ ഗഡ്കരിയുമായി ഒരു സന്ധി സംഭാഷണ ചർച്ചയിലേക്ക് നീങ്ങുമോ എന്ന് കാത്തിരുന്ന് കാണണം. ഏതായാലും രാജ്നാഥ് സിംഗും ഗഡ്കരിയും തമ്മിൽ ഇപ്പോൾ വലിയ രീതിയിൽ ഒരു സ്വരച്ചേർച്ചയില്ല. രാജ്നാഥ് സിംഗ് തമ്മിലും ചില ഇടങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ ഗഡ്കരി രാജ്നാഥ് സിംഗിനെ പൂർണ്ണമായും അവഗണിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരു മീഡിയേറ്റർ ആകാൻ ആരെ നിർത്തണം എന്നതുപോലും കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് നരേന്ദ്രമോദി. വാസ്തവത്തിൽ പെട്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ പല രീതിയിലുള്ള ഹിഡൻസ്ബർഗിൻ്റെ ആരോപണങ്ങൾ കൂടിയാകുമ്പോൾ ആകപ്പാടെ പുകയുകയാണ് ബി.ജെ.പി നേതൃത്വം. ഗോവയിൽ വെച്ച് നടത്തിയ സമ്മേളനത്തിൽ ബി.ജെ.പിയിൽ കൃത്യമായി എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു, അല്ലെങ്കിൽ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വോട്ട് ഷെയർ കുറഞ്ഞു, സീറ്റ് കുറഞ്ഞു എന്നതിന് കൃത്യമായ കാരണം നിതിൻ ഗഡ്കരി പറഞ്ഞു. ആത്മവിശ്വാസം നല്ലത് തന്നെയാണ്, പക്ഷേ അമിതമായ ആത്മവിശ്വാസമാണ് ബി.ജെ.പിയെ തകർത്തത്. അതും വർഗീയതയുടെ പേരും പറഞ്ഞ് മനുഷ്യനെ വിഭജിക്കാൻ നോക്കിയാൽ ജനങ്ങൾ ഒറ്റക്കെട്ടായി അതിനെ എതിർക്കും എന്നതിൻ്റെ തെളിവ് കൂടിയാണ് നിങ്ങൾ യു.പിയിലും മഹാരാഷ്ട്രയിലും ഒക്കെ കണ്ടത് എന്ന് ഗഡ്കരി ഒരു ഭയവും കൂടാതെ നേതൃത്വത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്.